നമസ്കാരം, ഞാൻ ജേസൺ ഡേവിഡ്. നമ്മൾ മലയാളികൾക്ക് അത്രയൊന്നും പരിചയമില്ലാത്ത ഒരു പ്രവചന ശാസ്ത്രത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മലയാളികൾ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള ആളുകൾക്ക് അത്രയൊന്നും പരിചയമില്ലാത്തൊരു പ്രവചന ശാസ്ത്രമാണിത്. ഈ ഒരു ശാസ്ത്രത്തിൻ്റെ പേര് കപാല എന്നാണ്. കപാല എന്ന് അധികമൊന്നും ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല. കപാല എന്നത് നമ്മളെ കേരളത്തിൽ അത്രയൊന്നും പ്രചാരമില്ല. പക്ഷേ ഇന്ത്യയിൽ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ഇത് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ മുഴുവനായും ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾ വിദേശത്തുള്ള വ്യക്തികളാണ്. കപാല എന്ന് പറഞ്ഞാൽ ഒരു ജൂതശാസ്ത്രമാണ്. അതായത് ജൂതന്മാരാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ജൂതന്മാർ അവരുടെ ഭാവി പ്രവചിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രമാണ് കപാല. കപാലയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിനെപ്പറ്റി വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കപാല ഒരു ഗൂഢജ്ഞാനമാർഗവും ഒരു ചിന്താപദ്ധതി എന്നൊക്കെ നമുക്ക് പറയാം. അതായത് പരമസത്യം, സുപ്രീം പവർ, അതിനെ അന്വേഷിക്കലാണ് കപാല എന്ന് പറയുന്നത്. അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമാണ് കപാല. ഇത് ഫോളോ ചെയ്യുന്നത് ജൂതന്മാരാണ്. അതായത് ഇതിനെപ്പറ്റി കൂടുതലൊന്ന് വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പുരാതന ഭാരതത്തിൽ മഹർഷിമാരും യോഗീശ്വരന്മാരൊക്കെ ആത്മസാക്ഷാത്കാരം നേടുന്നതിന് പല മാർഗ്ഗങ്ങളും സ്വീകരിച്ചിരുന്നവർ. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തെ അറിയലാണ്, സുപ്രീം പവറാണത്. സുപ്രീം പവറിനെ അറിയൽ, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാന പ്രാപ്തി എന്നൊക്കെ നമ്മൾ പറയും. ഈ ഒരു അവസ്ഥയിലെത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ മഹർഷിമാരും മറ്റും പ്രാചീന കാലത്തുള്ള വ്യക്തികളൊക്കെ പല മാർഗ്ഗങ്ങളും സ്വീകരിച്ചിരുന്നു. അത് പല മാർഗ്ഗങ്ങളിലൂടെയാണ് അവർ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത്. മുഖ്യമായും അവർക്ക് വേണ്ടത് മനോനിയന്ത്രണമായിരുന്നു. അപ്പോൾ ഈ മനോനിയന്ത്രണം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പല മാർഗ്ഗങ്ങളും സ്വീകരിച്ചിരുന്നു. അത് ചിലർക്കത് തപസ്സാവാം, ചിലർക്കത് ധ്യാനമാകാം, ചിലർക്ക് പ്രാർത്ഥനയാവാം. ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളിലൂടെ നല്ല മനോനിയന്ത്രണം നേടിയെടുത്തിട്ടാണ് അവർ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത്. ഇതേമാതിരി കപാലിസ്റ്റ് യോഗികൾ, അതായത് ഈ കപാല ഫോളോ ചെയ്യുന്ന ആളുകളെ നമ്മൾ കപാലിസ്റ്റ് യോഗികൾ എന്നാണ് പറയാറ്. കപാലിസ്റ്റ് യോഗികൾ ഈ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് ബ്രഹ്മജ്ഞാന പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നൊരു മാർഗ്ഗമാണ് കപാല. കപാല എന്ന് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് കുറേ ശാസ്ത്രങ്ങളുടെ ഒരു സമന്വയമാണ്. കുറേ ശാസ്ത്രങ്ങൾ കൂടിച്ചേർന്ന ഒരു എന്താ പറയുക, ഒരു സങ്കലനമാണ് ശരിക്കും കപാല എന്ന് പറയുന്നത്. ഈ കപാലയിൽ നിന്നുള്ള ഒരു വിഭാഗമാണ് കപാല ന്യൂമറോളജി. നമ്മളിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലും അടുത്തൊരു വീഡിയോയിലൊക്കെ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നതും മനസ്സിലാക്കി തരുന്നതൊക്കെ കപാല ന്യൂമറോളജിനെ പറ്റിയിട്ടാണ്. പക്ഷേ നമുക്ക് കപാല ന്യൂമറോളജി നമുക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കപാലയെ പറ്റിയിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം കപാല എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ മാതിരി തന്നെ ആത്മസാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടിയിട്ട് കപാലിസ്റ്റ് യോഗികൾ ഉപയോഗിച്ചൊരു മാർഗ്ഗമാണിത്. കപാല എന്ന ശാസ്ത്രം എല്ലാ ലോക മതങ്ങൾക്കും മുമ്പ് തന്നെ ഉത്ഭവിച്ചെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ജൂതന്മാരാണ്. കൂടാതെ ലോകത്തിലുള്ള പല ആളുകളും, അതായത് കൂടുതലായും അമേരിക്കയും യൂറോപ്യൻ കൺട്രീസൊക്കെ ഉള്ള ആളുകളൊക്കെ ഇത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് കപാലിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പം കൂടുതലായിട്ട് നമുക്ക് അറിയേണ്ടത് കപാല ന്യൂമറോളജിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ആ കപാല ന്യൂമറോളജിനെ പറ്റിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കപാലിനെ പറ്റിയിട്ട് ഇത്രയൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത്. കപാല എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാന പ്രാപ്തി, അതായത് ആത്മസാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശാസ്ത്രമായിരുന്നു. ഇതിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ജൂതന്മാരാണ്. ലോകം മുഴുവൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ തന്നെയുള്ളൊരു വിഭാഗമാണ് കപാല ന്യൂമറോളജി. കപാല ന്യൂമറോളജിയിൽ നമുക്ക് ഒരു വ്യക്തിയുടെ ഭാവി കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ആ ഒരു വ്യക്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതേമാതിരി ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു കപാല ന്യൂമറോളജി നമുക്ക് വ്യക്തമായിട്ടും അറിയാൻ സാധിക്കും. അപ്പം അടുത്തൊരു എപ്പിസോഡിൽ ഒരു വീഡിയോയിൽ ഈ കപാല ന്യൂമറോളജിയെ പറ്റി നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും.